ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടു റാബിറ്റ് ബേക്സിലാണ്. ലൊക്കേഷൻ വരുന്നത് കോർമംഗ്ലയിലാണ്. റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ഈ കഫേ കുറേ കണ്ടിട്ടുണ്ടാവും. നല്ല പിങ്ക് തീമിൽ വരുന്ന ഒരു കഫേയാണ്. ഇവിടെ ഫുൾ പിങ്ക് ആയതുകൊണ്ട് തന്നെ മാള് ഇവിടെ വരുമ്പോൾ ഒരു പിങ്ക് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. കൂടുതലും വരുന്നത് പേസ്ട്രീസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജ്യൂസ്, മോക്ടെയിൽ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെയുണ്ട്. ഇവരിവിടെ ഒരു പിങ്ക് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അങ്ങനെ മെനു കിട്ടി. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. കുറേ വെറൈറ്റി ഓഫ് കേക്ക് ഐറ്റംസ് ഉണ്ട്. ചീസ് കേക്ക് ഉണ്ട്, കപ്പ് കേക്ക് ഉണ്ട്, പിന്നെ ബർഗേഴ്സ് ഉണ്ട്, ജ്യൂസ്, ക്രോസൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ബൈ മിസ്റ്റേക്ക് നമ്മൾ പ്രതീക്ഷയല്ല ഒരു ഐറ്റം നമുക്ക് കിട്ടിയത്. അത് നമ്മളോട് പേര് മാറിപ്പോയതാണ്. ഇവരുടെ പ്രസൻറ്റേഷൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ റീമോ ഓർഡർ ചെയ്ത് സ്വിസ് റോൾ വന്നു. ഇനി റീമോൻ്റെ അഭിപ്രായം കേൾക്കാൻ എങ്ങനെയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. സംഭവം പൊളിയാൻ തോന്നുന്നു. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എനിക്ക് കിട്ടുമെന്ന് തന്നെ സംശയം. അപ്പോഴേക്ക് ഓർഡർ ചെയ്ത ഫലൂദയും ജ്യൂസും വന്നു. ഇതാണ് നമ്മൾ നേരത്തെ പേര് മാറി ഓർഡർ ചെയ്ത ഐറ്റം, ലോട്ടസ് ചീസ് കേക്ക്. ഇതിനെങ്ങനെ ഈ പേര് വന്നതൊന്നും അറിയില്ല. എന്തായാലും ആൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഒരു പിങ്ക് കളറിലെ മിൽക്ക് കേക്ക് ആയിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ സാധനം മാറിപ്പോയി. പക്ഷേ ടേസ്റ്റ് ചെയ്തൊക്കെ കൊള്ളായിരുന്നു, കാണുന്ന പോലെയല്ല. പിന്നെ നമ്മൾ നമ്മുടെ ഫലൂഡ ടേസ്റ്റ് ചെയ്തു. അതായത് ഫുള്ള് വെറൈറ്റി ഓഫ് ഐസ്ക്രീം, അതുപോലെ ഫുള്ളി നട്ട്സൊക്കെ ഫിൽഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് മാള് നേരത്തെ നമ്മൾ മാറി ഓർഡർ ചെയ്ത ഐറ്റം, അതായത് മിൽക്ക് കേക്ക്. അവരൊരു ബോട്ടിൽ മിൽക്ക് തന്ന് ഈ മിൽക്ക് കേക്കിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഈ മിൽക്ക് ഒഴിക്കുന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നോട്ടാണ് ഈ ഐറ്റം ഓർഡർ ചെയ്തത്. പക്ഷേ ഐറ്റം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് റൂമുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ബർത്ത്ഡേ, അതുപോലെ ആനിവേഴ്സറി സെലിബ്രേഷൻ, അതിന് വേണ്ടി നല്ല അടിപൊളി ഒരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി ഒരു സെലിബ്രേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബില്ലും പേ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് ഇതൊരു മലയാളീൻ്റെ കടയാണ്. അപ്പോൾ അവരോട് കുറച്ച് നാട്ടിലെവിടെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും വൺ ടൈം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക.